നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അക്ഷയ് ഷാജി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തെ സംബന്ധിച്ചുള്ളതാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പ്രാഥമിക തല പരീക്ഷ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, PSCയുടെ ചോദ്യ നിലവാരത്തിലും PSCയുടെ ചോദ്യ ക്രമീകരണത്തിലും സവിശേഷമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ചോദ്യം ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ ഒരുപാട് വസ്തുതകളെ ക്രോഡീകരിച്ചാൽ നിങ്ങൾക്ക് PSC പരീക്ഷ എന്ന കടമ്പ കടക്കുവാൻ സാധിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ സ്ഥിതിഗതിയിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. കാരണം കൂടുതൽ സമയമെടുക്കുന്ന തരത്തിലുള്ള, വായിച്ച് മനസ്സിലാക്കുവാൻ കൂടുതൽ സമയം അപഹരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനാ മോഡൽ ചോദ്യങ്ങൾക്ക് PSC പരീക്ഷയിൽ ഇപ്പോൾ പ്രാധാന്യം ഏറി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ പാഠഭാഗം എന്ന് പറയുന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിനു മുൻപ് ഇന്ത്യയിലെ ഭരണ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റിയാണ്. അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള നിയമപരിഷ്കാരങ്ങൾക്കാണ്, നിയമമാറ്റങ്ങൾക്കാണ്, അല്ലെങ്കിൽ നിയമ വ്യതിയാനങ്ങൾക്കാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിനേക്കാൾ മുൻപ് ഇന്ത്യൻ ജനത സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്, PSC പരീക്ഷകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രസ്താവനാ തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗം കൂടിയാണ് ഇത്. അതുകൊണ്ട് ഈ പാഠഭാഗം കൃത്യമായി മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോകുക. ഈ നിയമപരിഷ്കാരങ്ങളെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തമായാൽ മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പഠനം സുഗമമാകൂ. അതോടൊപ്പം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള വ്യക്തമായ അറിവും വിജ്ഞാനവും നിങ്ങൾക്ക് ഗ്രഹിച്ചെടുക്കുവാൻ സാധിക്കൂ. അതുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ സംസാരിക്കാതെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമുള്ള തരത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയ കാലഘട്ടം മുതൽ നമ്മൾ പഠിച്ചു പോകുവാൻ തീരുമാനിക്കുന്നു. എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായി അതിൻ്റെ കാലയളവ് അടയാളപ്പെടുത്തി പഠിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയ കാലഘട്ടം മുതലുള്ള പരിഷ്കാരങ്ങളെപ്പറ്റി അല്ലെങ്കിൽ സംഭവ വികാസങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 1600 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വ്യാപാരാവശ്യത്തിനായി എത്തുന്നത്. 1600 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വ്യാപാരാവശ്യത്തിനായി എത്തുന്നത്. അപ്പോൾ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുക വഴിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വ്യാപാരം നടത്തുവാൻ എത്തിച്ചേരുന്നത്. ഒരു വ്യക്തിക്ക് ഒരു സുപ്രഭാതത്തിൽ തീരുമാനമെടുത്ത് ഇന്ത്യ മഹാരാജ്യത്ത് വ്യാപാരം ചെയ്യുവാനുള്ള അധികാരം നൽകുക സാധ്യമല്ല. മറിച്ച് അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകിക്കൊണ്ട് അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായ എലിസബത്ത് രാജ്ഞിയുടെ ചാർട്ടറോടെയാണ് ഇന്ത്യയിലെത്തുന്നത്. എലിസബത്ത് രാജ്ഞിയുടെ ചാർട്ടറോടെയാണ് ഇന്ത്യയിലെത്തുന്നത്. കൃത്യമായി മനസ്സിലാക്കുക, 1600 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വ്യാപാരാവശ്യത്തിനായി അല്ലെങ്കിൽ കച്ചവടത്തിനായി എത്തുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊരു കമ്പനി രൂപീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സംഘടന, ഒരു പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ കീഴിലാണ് ഇന്ത്യയിൽ വ്യാപാരം നടത്തുവാനുള്ള അധികാരം ഈ സംഘത്തിന് ലഭിക്കുന്നത്. അപ്പോൾ വെറുതെ വ്യാപാരം നടത്തുവാൻ നമ്മൾക്ക് സാധിക്കില്ല. ബ്രിട്ടീഷ് രാജ്ഞിയായ ക്വീൻ എലിസബത്തിൻ്റെ ചാർട്ടറോടെയാണ് അവർ ഇന്ത്യയിലെത്തുന്നത്. ചാർട്ടറോടെയാണ് അവർ ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം തോന്നും, എന്താണ് ചാർട്ടർ എന്നത്? ചാർട്ടർ എന്ന് വെച്ചാൽ ഒരു രേഖയാണ്. കൃത്യമായി മനസ്സിലാക്കുക, ചാർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ആണ്, ഒരു രേഖയാണ്. ഈ ചാർട്ടറിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ
ഒരു പരമാധികാര സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു പരമാധികാരിയോ തൻ്റെ കീഴിലുള്ള പ്രസ്ഥാനത്തിനോ വ്യക്തിക്കോ നൽകുന്ന അവകാശങ്ങളും അല്ലെങ്കിൽ അധികാരങ്ങളും അനുവാദങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ചാർട്ടർ. കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ചാർട്ടർ എന്ന് പറയുന്നത് ഒരു രേഖയാണ്. ആ രേഖയിൽ എന്തെല്ലാം ഉണ്ടാകും? ഒരു പരമാധികാര സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു പരമാധികാരിയോ തൻ്റെ കീഴിലുള്ള പ്രസ്ഥാനത്തിനോ വ്യക്തികൾക്കോ സ്ഥാപനത്തിനോ നൽകുന്ന അധികാരങ്ങളും അവകാശങ്ങളും അല്ലെങ്കിൽ അനുവാദങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ചാർട്ടർ. അപ്പോൾ ഇന്ത്യയിൽ കച്ചവടം നടത്തുവാനായുള്ള അവകാശം ഒരു ചാർട്ടർ മുഖേന ലഭിച്ചതിന് ശേഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സംഘം ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തുന്നത്. അങ്ങനെ ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തി. അവരുടെ കച്ചവടം പുരോഗമിച്ചു. അവരുടെ വ്യാപാര ബന്ധങ്ങൾ, അവരുടെ വാണിജ്യ ബന്ധങ്ങൾ പുരോഗമിച്ചു. സ്വാഭാവികമായി എന്ത് സംഭവിച്ചു? ഇന്ത്യൻ ഭരണാധികാരികളുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ വ്യാപാരികളുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഒരു ഇടപെടൽ സ്വാഭാവികമായും കാലക്രമേണ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത് സ്വാഭാവികമായും ഇന്ത്യൻ ഭരണാധികാരികൾക്ക് സഹിച്ചില്ല. അങ്ങനെ 1757 അതിപ്രശസ്തമായ പ്ലാസി യുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. എവിടെയാണ് പ്ലാസി? പ്ലാസി എവിടെയാണ്? ബംഗാളിലാണ് പ്ലാസി. 1757 അതിപ്രശസ്തമായ പ്ലാസി യുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. പ്ലാസി ബംഗാളിലാണ്. ബാറ്റിൽ ഓഫ് പ്ലാസി 1757. അപ്പോൾ ആരെല്ലാം തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി അരങ്ങേറിയത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പക്ഷത്ത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പക്ഷത്തെ പ്രധാന മേധാവി എന്ന് പറയുന്ന ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആയിരുന്നു. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസിയെ പറ്റിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി റോബർട്ട് ക്ലൈവ് ആയിരുന്നു. എന്നാൽ ഇന്ത്യൻ പക്ഷത്ത് ആരായിരുന്നു? ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയായിരുന്നു. സിറാജ് ഉദ് ദൗളയായിരുന്നു ഇന്ത്യൻ പക്ഷത്ത്. ഇന്ത്യൻ പക്ഷത്ത് സിറാജ് ഉദ് ദൗളയായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പക്ഷത്ത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. ഒടുവിൽ എന്ത് സംഭവിച്ചു? നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പക്ഷം വിജയം കൈവരിച്ചു. അപ്പോൾ എന്തായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വിജയത്തിനു പിന്നിലുള്ള പ്രധാന കാരണം? ആ സമയത്ത് സിറാജ് ഉദ് ദൗളയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന അല്ലെങ്കിൽ കമാൻഡർ ആയിരുന്ന മിർ ജാഫർ കൂറുമാറിയത് കൊണ്ടാണ് ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ഇന്ത്യൻ പരാജയം എളുപ്പമായത്. ആര് കൂറുമാറി? സിറാജ് ഉദ് ദൗളയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന മിർ ജാഫർ കൂറുമാറിയതോടെ ഇന്ത്യയുടെ പരാജയം അല്ലെങ്കിൽ ഇന്ത്യൻ പക്ഷത്തിൻ്റെ പരാജയം സുനിശ്ചിതമായി. അപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക, ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത് 1757 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പക്ഷത്ത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. എന്നാൽ ഇന്ത്യയുടെ പക്ഷത്ത് ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയായിരുന്നു. സിറാജ് ഉദ് ദൗളയുടെ കമാൻഡർ ഇൻ ചീഫായ ആര് കൂറുമാറി? മിർ ജാഫർ കൂറുമാറിയതിനാൽ ഇന്ത്യയുടെ പരാജയം എളുപ്പമാവുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ത്യൻ വ്യവസായത്തിന്മേൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യാവസായിക സംവിധാനത്തിനുമേൽ ബ്രിട്ടീഷ് കച്ചവടക്കാരുടെ ആദ്യത്തെ ആധിപത്യം അല്ലെങ്കിൽ ആദ്യത്തെ ശക്തമായ ആധിപത്യം എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെ സാധ്യമായി. അപ്പോൾ 1764 മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധം നടന്നു. ബാറ്റിൽ ഓഫ് ബക്സാർ എന്നായിരുന്നു ആ യുദ്ധത്തിൻ്റെ പേര്. 1764 മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധം നടന്നു, ബാറ്റിൽ ഓഫ് ബക്സാർ. എവിടെയാണ് ബക്സാർ? ബീഹാറിലാണ് ബക്സാർ. എവിടെയാണ് ബക്സാർ? ബീഹാറിലാണ് ബക്സാർ. ബാറ്റിൽ ഓഫ് ബക്സാർ നടന്ന വർഷം 1764. ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് 1757. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്തായിരുന്നു ബാറ്റിൽ ഓഫ്
ബക്സാറിൻ്റെ കഥ എന്ന്. 1764 ഇംഗ്ലീഷ് പക്ഷത്തിനു വേണ്ടി ഹെക്ടർ മൺറോ, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഹെക്ടർ മൺറോ ആയിരുന്നു യുദ്ധത്തിന് ചുക്കാൻ പിടിച്ചത്. ആരായിരുന്നു? ഹെക്ടർ മൺറോ ആയിരുന്നു ബാറ്റിൽ ഓഫ് ബക്സാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ചുക്കാൻ പിടിച്ചത്. എന്നാൽ ഇന്ത്യൻ പക്ഷത്താരെല്ലാമായിരുന്നു? അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ അലം രണ്ടാമൻ, അന്നത്തെ ബംഗാൾ നവാബായിരുന്ന മിർ ഖാസിം, കഴിഞ്ഞില്ല, അവധിന്റെ നവാബ് ഓഫ് അവധ് ആയിരുന്ന ഷുജാഉദ്ദൗളയും ചേർന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പടപൊരുതിയത്. ഒടുവിൽ എന്ത് സംഭവിച്ചു? വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയുടെ സാമ്പത്തിക, അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യാപാര സംവിധാനത്തിനു മേലേറ്റ ഒരു പ്രഹരമായി മാറി ബാറ്റിൽ ഓഫ് ബക്സാർ. ഇന്ത്യ അതിദയനീയമായി പരാജയപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരിക്കൽ കൂടി ഇന്ത്യയുടെ മേൽ അതിശക്തമായ വിജയം കൈവരിച്ചു. അപ്പോൾ ബാറ്റിൽ ഓഫ് ബക്സാറോടുകൂടി, അല്ലെങ്കിൽ ബക്സാർ യുദ്ധത്തോടുകൂടി ഇന്ത്യയുടെ കയ്യിൽ നിന്നും വ്യാപാര സംബന്ധമായ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. അല്ലെങ്കിൽ ഇന്ത്യൻ വ്യവസായികൾക്ക് കൂടുതൽ പ്രമുഖമായ റോളുകളില്ലാതെ ഇന്ത്യയുടെ വ്യാപാര സംവിധാനം മാറി. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ബാറ്റിൽ ഓഫ് ബക്സാർ അതിൻ്റെ പരാജയത്തോടുകൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ശക്തമായ സാന്നിധ്യമായി മാറി. അങ്ങനെ സ്വാഭാവികമായും അധികാരങ്ങൾ നേടിയെടുത്തു. അപ്പോൾ അധികാരങ്ങൾ നേടിയെടുക്കുമ്പോൾ അതൊരു സന്ധിയായി, അല്ലെങ്കിൽ ഒരു ഉടമ്പടിയായി എഴുതി ചേർക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടു. അങ്ങനെ 1765 അതിപ്രശസ്തമായ അലഹബാദ് സന്ധിക്ക് വേദിയൊരുങ്ങി. നമ്മൾ ഈ പറയുന്നത് മുഴുവനായും ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തെ പറ്റിയല്ല, മറിച്ച് തുടർന്നങ്ങോട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളും ഭരണപരിഷ്കാരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ചരിത്രം എന്ന് പറയുന്നത് അത്രയ്ക്കധികം പ്രാധാന്യമുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയേറെ സമയം ചിലവഴിച്ച് ഈ കാര്യങ്ങൾ ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ 1765 പ്രശസ്തമായ അലഹബാദ് സന്ധിക്ക് വേദിയൊരുങ്ങി. ആരെല്ലാം തമ്മിലാണ് അലഹബാദ് സന്ധി ഒപ്പിട്ടത്? എഗെയിൻ റോബർട്ട് ക്ലൈവും മുഗൾ ഭരണാധികാരിയായ ഷാ അലം രണ്ടാമനും ആരെല്ലാം ചേർന്നാണ് അലഹബാദ് സന്ധി ഒപ്പുവെച്ചത്? റോബർട്ട് ക്ലൈവും മുഗൾ ഭരണാധികാരിയായ ഷാ അലം രണ്ടാമനും. എന്തെല്ലാമായിരുന്നു ഈ അലഹബാദ് സന്ധിയിൽ പറയപ്പെട്ടിരുന്ന കാര്യങ്ങൾ? അല്ലെങ്കിൽ അലഹബാദ് സന്ധി പ്രകാരം വ്യവസ്ഥ ചെയ്യപ്പെട്ട വസ്തുതകൾ എന്തെല്ലാമായിരുന്നു? നമ്മൾക്ക് നോക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ദിവാനി അവകാശങ്ങൾ ലഭ്യമായി. ദിവാനി റൈറ്റ്സ് ലഭ്യമായി. എന്താണ് ദിവാനി റൈറ്റ്സ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നിന്നും നികുതി പിരിക്കാം, നികുതി പിരിക്കാം. അതോടൊപ്പം ഇന്ത്യയുടെ സിവിൽ ജസ്റ്റിസ് വിഭാഗവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പക്ഷത്തേക്ക് മാറി. അതായത് ഇന്ത്യയിൽ നിന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നികുതി പിരിക്കാം, അതോടൊപ്പം സിവിൽ ജസ്റ്റിസ് എന്ന വിഭാഗവും അല്ലെങ്കിൽ എന്ന വകുപ്പും കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചുമതലയിലേക്ക് മാറി. ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്യുവൽ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഡ്യുവൽ സിസ്റ്റം എന്ന് പറയുന്നത്? ദിവാനി റൈറ്റ്സ് അല്ലെങ്കിൽ ദിവാനി അവകാശങ്ങൾ
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭ്യമാക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഡ്യുവൽ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ദിവാനി റൈറ്റ്സ്? നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് ലഭിച്ചു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. എവിടെ നിന്നും നികുതി പിരിക്കാനുള്ള അവകാശമാണ് ലഭിച്ചത്? ഇന്ത്യയിൽ നിന്നും നികുതി പിരിക്കാൻ, ഏറ്റവും പ്രധാനപ്പെട്ട ബംഗാൾ, ബീഹാർ, ഒറീസ മേഖലയിൽ നിന്നും നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്ക് ലഭിച്ചു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. കൂടാതെ ഇന്ത്യയുടെ സിവിൽ ജസ്റ്റിസ് വകുപ്പും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിന് കീഴിലായി. അപ്പോൾ സ്വാഭാവികമായും നികുതി പിരിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അധികാരം ലഭിച്ചപ്പോൾ ഇനി മുതൽ ധനസഹായത്തിനായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരെ സമീപിക്കേണ്ടതില്ല? ബ്രിട്ടീഷ് പാർലമെന്റിനെ സമീപിക്കേണ്ടതില്ല. സ്വാഭാവികമായും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ രാജ്യത്ത് നിന്ന് കച്ചവടം ചെയ്യുന്ന വിദേശികൾക്ക് ഇവിടെ നിന്ന് തന്നെ പണം ലഭിക്കുന്നു. നേരത്തെ അവർക്ക് കച്ചവടം ചെയ്യാൻ മാത്രമായിരുന്നു അവകാശം, എന്നാൽ ഇപ്പോൾ നികുതി പിരിക്കുവാനുള്ള അവകാശം കൂടി അവർക്ക് ലഭിച്ചു. അപ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? അവർ വളരെ കുറഞ്ഞ ചെലവിൽ ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിന്നും സാധന സാമഗ്രികൾ വാങ്ങി വലിയ നിരക്കിൽ യൂറോപ്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. എങ്ങനെയാണ് സംഭവിച്ചത്? ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും മിതമായ നിരക്കിൽ സാധന സാമഗ്രികൾ വാങ്ങി വലിയ നിരക്കിൽ അല്ലെങ്കിൽ വലിയ വിലയ്ക്ക് അവർ യൂറോപ്യൻ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാർക്കറ്റുകളിൽ കൊണ്ടുപോയി സാധനങ്ങൾ വിറ്റ് കൂടുതൽ അനുദിനം സമ്പന്നരായി വന്നു. അപ്പോൾ സ്വാഭാവികമായും ബ്രിട്ടീഷ് പാർലമെന്റിന് മനസ്സിലായി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. തങ്ങളുടെ നിയന്ത്രണത്തിനു മേലാണ് ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കളിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പരിധിയിൽ നിന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനി അകന്നു പോവുകയാണ്. തങ്ങൾ എന്താവശ്യം പ്രദാനം ചെയ്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിലേക്ക് അയച്ചത്, ആ ആവശ്യം കൃത്യമായി നിറവേറ്റപ്പെടുന്നില്ല എന്നുള്ളത് ബ്രിട്ടീഷ് പാർലമെന്റിന് മനസ്സിലായി. മാത്രവുമല്ല, ബ്രിട്ടീഷ് മാർക്കറ്റുകളിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വ്യാപാര സംബന്ധമായ സംവിധാനങ്ങളാകെ കുഴപ്പത്തിലായി. ബ്രിട്ടീഷ് വ്യാപാരികൾക്ക് കൃത്യമായി വ്യാപാരം ചെയ്യുവാൻ സാധിക്കാത്ത ഗതി വന്നു. എവിടെ? യൂറോപ്പിൽ. അങ്ങനെ സ്വാഭാവികമായും ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിക്കുകയാണ്, നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരങ്ങളിൽ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മളുടെ നിയന്ത്രണത്തിന് കീഴിലാക്കേണ്ടത് ഇപ്പോഴത്തെ അനിവാര്യതയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം ആരംഭിക്കുന്നത്. 1773 മുതൽ 1858 വരെ സംഭവിച്ചത് എന്താണ്? കമ്പനി ഭരണമാണ്. 1773 മുതൽ 1858 വരെ സംഭവിച്ചത് കമ്പനി ഭരണമാണ്. അതായത് കമ്പനിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 1858 മുതൽ 1947 വരെ ബ്രിട്ടീഷ് കിരീടാവകാശി അല്ലെങ്കിൽ രാജഭരണം, ബ്രിട്ടീഷ് രാജഭരണമാണ് സംഭവിച്ചത്. കൃത്യമായി മനസ്സിലാക്കുക, അറ്റ്ലീസ്റ്റ് ഈ ബ്രാക്കറ്റ് എങ്കിലും ഓർത്തിരിക്കുക. 1773 1858, അതായത് ശിപ്പായി ലഹള അഥവാ സിപ്പോയ് മ്യൂട്ടിനി, ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്നറിയപ്പെടുന്ന സിപ്പോയ് മ്യൂട്ടിനി നടന്ന വർഷം കഴിഞ്ഞ ഒരു വർഷം, അതാണ് 1858. അടുത്ത വർഷം വരെ കമ്പനി ഭരണമായിരുന്നു. എന്നാൽ 1858 മുതൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ രാജഭരണമായിരുന്നു ഇന്ത്യയിൽ അരങ്ങേറിയിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിച്ചു, നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ കമ്പനി ഭരണ കാലയളവുകളിൽ നമ്മൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം സാധ്യമാകൂ. അപ്പോൾ ഈ കാലയളവിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് വരുത്തിയ നിയമ പരിഷ്കാരങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഏത് കാലയളവിലാണ്? 1773 മുതൽ 1858 വരെയുള്ള കാലയളവുകളിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രണത്തിനു കീഴിലാക്കാൻ അല്ലെങ്കിൽ വരുതിയിൽ നിർത്തുവാൻ വേണ്ടി
ആരംഭിച്ച അല്ലെങ്കിൽ നിലവിൽ വരുത്തിയ ചില നിയമ പരിഷ്കാരങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. കൃത്യമായി ഇൻട്രോ, ആ കാലയളവുകൾ മനസ്സിലാക്കുക. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വ്യാപാരത്തിനെത്തിയത് 1600-ലാണ്. എലിസബത്ത് രാജ്ഞിയുടെ ചാർട്ടർ ലഭിച്ചുകൊണ്ടാണ്, ചാർട്ടർ ഇഷ്യൂ ചെയ്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചാർട്ടർ ലഭിച്ചതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തുന്നത്. പ്ലാസി യുദ്ധം നടക്കുന്നത് 1757-ലാണ്. ബക്സർ യുദ്ധം നടന്നത് 1764-ലാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട യുദ്ധത്തോടുകൂടി എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യൻ വ്യാപാര ശൃംഖലയുടെ മേൽ ശക്തമായി പതിച്ചു. 1765-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചില നിർദ്ദേശപ്രകാരം അലഹബാദ് സന്ധിയിൽ ആരൊപ്പുവെച്ചു? അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം ഒപ്പുവെക്കേണ്ടതായി വന്നു. അങ്ങനെ അവർക്ക് എന്ത് ലഭിച്ചു? ദിവാനി റൈറ്റ്സ് ലഭിച്ചു. ദിവാനി റൈറ്റ്സ് ലഭിച്ചു. നികുതി പിരിക്കുവാനുള്ള അവകാശം ലഭിച്ചു. സിവിൽ ജസ്റ്റിസ് അവരുടെ നിയന്ത്രണത്തിന് കീഴിലായി. അപ്പോൾ 1773 മുതൽ 1858 വരെയുള്ള ചരിത്ര പ്രാധാന്യമേറെയുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിൻ്റെ അടിത്തറ അടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് 1773-ലെ റെഗുലേറ്റിംഗ് ആക്റ്റിൽ നിന്ന് ആരംഭിക്കാം. 1773-ലെ റെഗുലേറ്റിംഗ് ആക്റ്റിൽ നിന്ന് നമ്മൾക്ക് ആരംഭിക്കാം. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്കു വേണ്ടി പാസാക്കിയ ആദ്യ നിയമമാണ് 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്കായി പാസാക്കിയ ആദ്യ നിയമമാണ് 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട്. അതോടൊപ്പം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രണ വിധേയമാക്കുവാൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമവും 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യക്കു വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രണ പരിധിയിലാക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമവും ഏതാണ്? 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട് ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, പേര് കേൾക്കുമ്പോൾ തന്നെ അത് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാകും. റെഗുലേറ്റിംഗ് ആക്ട് നിയന്ത്രണ വിധേയമാക്കുവാനുള്ള ഒരു നിയമ സംവിധാനമായിരുന്നു. അപ്പോൾ കമ്പനിയുടെ നയപരവും ഭരണപരവുമായുള്ള അധികാരങ്ങൾ ആദ്യമായി അംഗീകരിക്കപ്പെട്ടു. കമ്പനിയുടെ നയപരവും ഭരണപരവുമായുള്ള അധികാരങ്ങൾ ആദ്യമായി അംഗീകരിക്കപ്പെട്ടത് 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. കമ്പനിയുടെ നയപരം, അതായത് പൊളിറ്റിക്കൽ, ഭരണപരം, അതായത് അഡ്മിനിസ്ട്രേറ്റീവ്, കമ്പനിയുടെ നയപരവും ഭരണപരവുമായുള്ള അധികാരങ്ങൾ, വ്യാപാരാധികാരങ്ങൾക്കു പുറമെ ആദ്യമായി അംഗീകരിക്കപ്പെട്ടത് 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. ഒന്നുകൂടി 3 പോയിന്റുകൾ കൃത്യമായി മനസ്സിലാക്കുക. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം, ബ്രിട്ടീഷ് പാർലമെന്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രണ വിധേയമാക്കുവാൻ വേണ്ടി പാസാക്കിയ ആദ്യ നിയമം, കമ്പനിയുടെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ആദ്യമായി അംഗീകരിക്കപ്പെട്ട നിയമം 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട് ആണ്. നയപരമായതും ഭരണപരമായതുമായ കമ്പനിയുടെ അധികാരങ്ങളെ ആദ്യമായി അംഗീകരിച്ചത് 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. കൃത്യമാണെന്ന് വിശ്വസിക്കുന്നു. ബംഗാൾ ഗവർണർ ജനറലായി മാറി. അതായത് ബംഗാൾ ഗവർണർ എന്ന പദവി 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് മാറി. ബംഗാൾ ഗവർണർ, ആദ്യം നമ്മൾ ഗവർണർ എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി. ഗവർണർ ജനറൽ, ഇവിടെ ഗവർണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കഥയല്ല, യഥാർത്ഥ വസ്തുത ഇങ്ങനെയാണ്.
1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം സംഭവിച്ച മറ്റൊരു സവിശേഷമായ മാറ്റമാണ് ഒരു കേന്ദ്രീകൃത സംവിധാനം നിലവിൽ വന്നു. അതായത് സെൻട്രലൈസേഷൻ ഓഫ് പവർ, കേന്ദ്രീകൃത സംവിധാനത്തിൻ്റെ ആദ്യ പടിയായിരുന്നു എന്ത്? 1773 റെഗുലേറ്റിംഗ് ആക്ട്. 1773 റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ കേന്ദ്രീകൃത സംവിധാനം എന്നുള്ളത്, അല്ലെങ്കിൽ സെൻട്രലൈസേഷൻ ഓഫ് പവർ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാം. ഈ ബംഗാൾ ഗവർണർ എന്ന് പറയുന്ന പദവി എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി. ബംഗാൾ ഗവർണർ എന്ന് പറയുന്ന പദവി എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാം. 1773 റെഗുലേറ്റിംഗ് ആക്ടിന് മുന്നോടിയായി, അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് ആക്ട് നിയമം നിലവിൽ വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ പ്രധാനമായി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിന് കീഴിലുണ്ടായിരുന്നത് 3 പ്രധാനപ്പെട്ട പ്രസിഡൻസികളായിരുന്നു. ഒന്ന് ബംഗാൾ, മറ്റൊന്ന് ബോംബെ, മറ്റൊന്ന് മദ്രാസ്. അപ്പോൾ എന്താണ് കേന്ദ്രീകൃത സംവിധാനം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. കാരണം ഇത്തരം ഒരു സംഘടനാ തരത്തിലുള്ള കാര്യങ്ങൾ പലർക്കും പലപ്പോഴും മിസ്സായി പോകുന്നതാണ്. ഇത്തരം ആക്റ്റുകൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇത്തരം ആക്റ്റിലെ പ്രൊവിഷനുകൾ കാണാതെ പഠിക്കാനായിട്ട് ശ്രമിക്കും. അത് പലപ്പോഴും നമ്മുടെ മറവിയിൽ മാത്രമാണ് കലാശിക്കൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ ആക്ടിൻ്റെ പ്രൊവിഷനുകൾ മാത്രം അറിഞ്ഞാൽ മതി പരീക്ഷയ്ക്ക്. പക്ഷേ എങ്ങനെയാണിത് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തായിരുന്നു ഇതിനു പിന്നിലെ ചേതോ വികാരം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുമ്പോഴാണ് നമ്മളുടെ അറിവും നമ്മളുടെ ബൗദ്ധികതയും യഥാർത്ഥത്തിൽ വർദ്ധിക്കുക. അപ്പോൾ കൃത്യമായി നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ പ്രധാനമായും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ 3 പ്രസിഡൻസികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബോംബെ, മറ്റൊന്ന് ബംഗാൾ, മറ്റൊന്ന് മദ്രാസ്. അപ്പോൾ ഈ 3 പ്രസിഡൻസികളെയും നിയന്ത്രിച്ചിരുന്നത് ഓരോ ഗവർണർമാരായിരുന്നു. ഗവർണർ ഓഫ് ബോംബെ, ഗവർണർ ഓഫ് ബംഗാൾ, ഗവർണർ ഓഫ് മദ്രാസ്, അല്ലെങ്കിൽ ഗവർണർ ഓഫ് മദ്രാസ്. അപ്പോൾ ഈ 3 ഗവർണർമാരും തത്തുല്യരായിരുന്നു. അവർ തമ്മിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ അധികാരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നില്ല. അവർ ഭരിക്കുന്ന പ്രദേശങ്ങളുടെ ചുമതല മാത്രം അവർ വഹിച്ചാൽ മതി. പക്ഷേ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം എന്ത് സംഭവിച്ചു? ബംഗാളിലെ ഗവർണർ ഇവരിൽ പ്രമുഖ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് മാറി. ആര്? ബംഗാളിലെ ഗവർണർ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് മാറി. അപ്പോൾ ഇത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് സംഭവിക്കുന്നത്. ബംഗാളിലെ ഗവർണർ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് മാറി. ഇവർ 3 പേരിലും ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ബംഗാളിലെ ഗവർണറാണ്. അപ്പോൾ അയാളെ വെറും ഗവർണർ എന്ന് മാത്രം അഭിസംബോധന ചെയ്താൽ മതിയോ? ഒരിക്കലും പോരാ. അതുകൊണ്ട് നമ്മളൊരു ജനറൽ കൂടി കൂട്ടിച്ചേർത്തു, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അപ്പോൾ ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ കീഴിലായി ആര് വന്നു? ബോംബെ, മദ്രാസ് പ്രവിശ്യകളിലെ ഗവർണർമാർ വന്നു. അപ്പോൾ ഇവർ 2 പേരും, ഈ ബോംബെ മദ്രാസ് പ്രവിശ്യകളിലെ പ്രസിഡൻസികളിലെ ഗവർണർമാർ 2 പേരും ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് വിധേയപ്പെട്ട് മാത്രമേ ഭരണം നടത്തുവാൻ സാധിക്കൂ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ബംഗാളിന് ഇത്ര സവിശേഷത? പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഏറ്റവും അധികം നികുതി പിരിച്ചു കിട്ടുന്നത് ബംഗാൾ മണ്ണിൽ നിന്നാണ്. ബംഗാൾ, ബീഹാർ, ഒഡീസ എന്ന് പറയപ്പെടുന്ന ബംഗാൾ പ്രദേശത്തെ, അല്ലെങ്കിൽ ബംഗാൾ പ്രസിഡൻസിയുടെ ഭാഗമായ മണ്ണിൽ നിന്നുമാണ് ഏറ്റവും അധികം നികുതി പിരിച്ചു കിട്ടുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആർക്കുണ്ടായിരുന്നു? ബംഗാളിലെ ഗവർണർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് ഏറ്റവും ധനക്കൂറുള്ള, അല്ലെങ്കിൽ ഏറ്റവും വളക്കൂറുള്ള മണ്ണും ബംഗാളിലേതായിരുന്നു. ഏറ്റവും വളക്കൂറുള്ള, ഏറ്റവും പ്രൊഡക്റ്റീവായ മണ്ണും ബംഗാളിലേതായിരുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഗവർണർ ഓഫ് ബംഗാൾ ആരായി മാറിയത്? ബംഗാളിലെ ഗവർണർ ജനറലായി മാറിയത്.
അപ്പോൾ ഈ ബംഗാളിലെ ഗവർണർ ജനറൽ നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന മിലിറ്ററി റവന്യൂ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് ബ്രിട്ടനിലുള്ള ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് മുൻപാകെയാണ്. നമ്മളുടെ ഒരു കമ്പനിയുടെ മാനേജിംഗ് ബോർഡ് അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് എന്ന് പറയുന്നത് പോലെ ബ്രിട്ടനിലുള്ള ഒരു പ്രസ്ഥാനം, അതായത് ഇന്ത്യൻ സംവിധാനത്തെ നിയന്ത്രിക്കാൻ ബ്രിട്ടനിൽ രൂപീകരിച്ച് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു സംഘടനയാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് മുൻപാകെയാണ് ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ത് സമർപ്പിക്കേണ്ടത്? മിലിറ്ററി റവന്യൂ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത്. മിലിറ്ററി റവന്യൂ തുടങ്ങിയ വിഷയങ്ങളിലെ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് മുൻപാകെയാണ്. കൃത്യമാണെന്ന് വിശ്വസിക്കുന്നു. എന്താണ് കേന്ദ്രീകൃത ഭരണം അല്ലെങ്കിൽ കേന്ദ്രീകൃത ഭരണത്തിന് വിത്ത് പാകിയത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് മുമ്പാകെയാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത്. ആദ്യകാലത്ത് 3 പ്രധാന പ്രസിഡൻസികളാണ് ഉണ്ടായിരുന്നത്. ബോംബെ, ബംഗാൾ, മദ്രാസ്. 3ഉം ആരുടെ കീഴിലായിരുന്നു? ഗവർണർമാരുടെ കീഴിലായിരുന്നു. എന്നാൽ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ ആരായി മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പല PSC പരീക്ഷകൾക്കും നിങ്ങളെ കുഴപ്പിക്കാറുള്ളൊരു ചോദ്യമാണ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ പോകുന്ന വസ്തുത ഞാൻ അടുത്ത 2-3 ആക്റ്റുകൾക്ക് ശേഷം സംസാരിക്കും. പക്ഷേ ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. വൈസ് സ്റ്റാർ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഗവർണർ ജനറലിൻ്റെ ഒരു കാര്യനിർവാഹക സമിതി അഥവാ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിൽ 4 മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. ഗവർണർ ജനറലിൻ്റെ കാര്യനിർവാഹക സമിതിയിൽ എത്ര മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്? 4 മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. ഈ ഗവർണർ ജനറലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിർവാഹക സമിതിയുടെ അനുവാദം കൂടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നിർവാഹക സമിതിയുടെ അനുവാദം കൂടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, ഗവർണർ ജനറലിൻ്റെ നിർവാഹക സമിതിയിൽ 4 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 4 അംഗങ്ങൾ അല്ലെങ്കിൽ ഗവർണർ ജനറലിൻ്റെ നിർവാഹക സമിതിയുടെ അനുവാദം കൂടാതെ അദ്ദേഹത്തിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിയമപരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ കച്ചവട നിയമ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. 1774 ഇന്ത്യയിൽ ആദ്യമായി കൽക്കത്തയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കപ്പെടുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. 1774 ഇന്ത്യയിൽ ആദ്യമായി ഒരു സുപ്രീം കോടതി നിലവിൽ വരുന്നത് കൽക്കത്തയിലാണ്. ഇതിന് ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ ഇതിന് പ്രാരംഭമായി നിലവിൽ വന്ന ഒരു നിയമം ഏതാണ് അല്ലെങ്കിൽ ആക്ട് ഏതാണ് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കാൻ സാധ്യതയുണ്ട്, കൽക്കട്ടയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് 1774 അപ്പോൾ സ്വാഭാവികമായും ഓപ്ഷനിൽ റെഗുലേറ്റിംഗ് ആക്ട് 1774 എന്ന് ഓപ്ഷൻ തീർച്ചയായും ഇന്നത്തെ PSC തരാതിരിക്കില്ല. നിങ്ങളുടെ കണ്ണ് ഇവിടെ ഉടക്കുവാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കരുത്. റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരമാണ് ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി കൊൽക്കത്തയിൽ നിലവിൽ വരുന്നത്. ഈ സുപ്രീം കോടതിയുടെ ഒരു സംവിധാനം എങ്ങനെയായിരുന്നു? 3 ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസുമാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. 3 ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസുമാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം റെഗുലേറ്റിംഗ് ആക്ട് 1773 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനായുള്ള ആദ്യ നിയമം
റെഗുലേറ്റിംഗ് ആക്ട് 1773 നയപരവും ഭരണപരവുമായ അധികാരങ്ങൾ കമ്പനിയുടേതായി ആദ്യമായി അംഗീകരിക്കപ്പെടുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. കേന്ദ്രീകൃത ഭരണ സംവിധാനം നിലവിൽ വരുന്നത്, അല്ലെങ്കിൽ കേന്ദ്രീകൃത ഭരണ സംവിധാനം എന്ന ആശയം അല്ലെങ്കിൽ അത്തരമൊരു സംവിധാനം ആദ്യമായി ഇന്ത്യയിൽ നിലവിൽ വരിക എന്നൊരു ചിന്ത വരുന്നത് റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരമാണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു. ഗവർണർ ജനറലിന്റെ കീഴിലുള്ള കാര്യനിർവാഹക സമിതി എന്ന് പറയുന്നതിൽ 4 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1774 ഇന്ത്യയിൽ ആദ്യമായി ഒരു സുപ്രീം കോടതി നിലവിൽ വരികയും അത് കൽക്കത്തയിലാണ് നിലവിൽ വന്നത്. അത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സുപ്രീം കോടതി നിലവിൽ വരുന്നത് 1774 3 ജഡ്ജിമാരും 1 ചീഫ് ജസ്റ്റിസുമാണ് അന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. ആ നിയമം അല്ലെങ്കിൽ സുപ്രീം കോടതി വരുവാൻ കാരണമായ നിയമം എന്ന് പറയുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. അപ്പോൾ സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയിൽ നിലവിൽ വന്ന അല്ലെങ്കിൽ 1774 കൽക്കത്തയിൽ ആദ്യമായി നിലവിൽ വന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും LGS പോലുള്ള ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം സർ എലിജ ഇംപെ എന്നതാണ്. സർ എലിജ ഇംപെ എന്നതാണ്. കൃത്യമായി മനസ്സിലാക്കുക. സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് 1774 രൂപീകരിക്കപ്പെട്ട, കൽക്കട്ടയിൽ രൂപീകരിക്കപ്പെട്ട സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സർ എലിജ ഇംപെ ആണ്. സർ എലിജ ഇംപെ ആണ്. അപ്പോൾ 1774 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കമ്പനി ഉദ്യോഗസ്ഥർക്ക് സ്വകാര്യ വ്യാപാരത്തിനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. സ്വകാര്യ വ്യാപാരത്തിന് നമ്മൾ എന്തിനു വേണ്ടിയാണ് റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് മുന്നോട്ട് വന്നത് എന്നത് സംസാരിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥർ അസാമാന്യമായ രീതിയിൽ സമ്പത്ത് കൈവരിക്കുന്നു, അതിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായും അവരുടെ സ്വകാര്യ വ്യാപാരം തടസ്സപ്പെടുത്തുക തന്നെ വേണം, അത് നിയന്ത്രണ വിധേയമാക്കുക തന്നെ വേണം. അങ്ങനെ കമ്പനി ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വ്യാപാരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമുള്ള പ്രധാന പോയിന്റുകൾ: കേന്ദ്രീകൃത ഭരണ സംവിധാനം എന്ന ആശയത്തിന് തിരികൊളുത്തിയത് 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ആദ്യ നിയമം, ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രണ വിധേയമാക്കുവാൻ വേണ്ടി പാസാക്കിയ ആദ്യ നിയമം. ഗവർണർ ജനറൽ ഓഫ് ബംഗാളായ ആദ്യ വ്യക്തി ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. അപ്പോൾ ഇത്തരം വസ്തുതകൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മനസ്സിരുത്തി പഠിക്കുക. കാരണം പ്രസ്താവനാ തരത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ലഭിക്കുവാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രവും ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് മുൻപ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള, ഇന്ത്യൻ ജനത സാക്ഷ്യം വഹിച്ചിട്ടുള്ള നിയമപരിഷ്കാരങ്ങളും. അങ്ങനെ 1784 മറ്റൊരു നിയമപരിഷ്കാരത്തിന് ബ്രിട്ടീഷ് പാർലമെന്റ് മുതിരുന്നു. 1784 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമം അല്ലെങ്കിൽ ആക്ട് ആണ് ഏത്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഒരു ആക്ട്, ഒരു നിയമം പാസാക്കപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമം അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമ ഭേദഗതി അല്ലെങ്കിൽ പരിഷ്കാരം, നിയമപരിഷ്കാരം എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് കഴിഞ്ഞതിന് ശേഷം പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ആണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ആണ്. അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? റെഗുലേറ്റിംഗ് ആക്ടിൽ ചില ന്യൂനതകൾ ഉണ്ടായിരുന്നു. ആ ന്യൂനതകൾ പരിഹരിക്കുക എന്നതായിരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രധാന ഉദ്ദേശം. റെഗുലേറ്റിംഗ് ആക്ടിന്റെ
റെഗുലേറ്റിംഗ് ആക്ടിന്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനായാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ബ്രിട്ടീഷ് പാർലമെന്റ് നിലവിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര സംബന്ധമായ ചുമതലകളും നയപരമായ ചുമതലകളും വേർതിരിച്ചു. വ്യാപാര സംബന്ധമായ ചുമതലകൾ, അതായത് ട്രേഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ട്രേഡ് ഫങ്ഷൻസ്, അതുപോലെ നയപരം പൊളിറ്റിക്കൽ ഫങ്ഷൻസ്, ഇവ തമ്മിൽ എന്ത് സംഭവിച്ചു? വേർതിരിച്ചു. എങ്ങനെയാണ് വേർതിരിച്ചത്? ബോർഡ് ഓഫ് കൺട്രോൾ എന്ന പുതിയൊരു സംഘടന നിലവിൽ കൊണ്ടുവന്നു. എങ്ങനെയാണ് വേർതിരിച്ചത്? ബോർഡ് ഓഫ് കൺട്രോൾ എന്ന പുതിയൊരു സംഘടന നിലവിൽ കൊണ്ടുവന്നു. ഈ സംഘടന നിലവിൽ കൊണ്ടുവന്നതോടുകൂടി നമ്മൾ ഒരു ഡബിൾ ഗവൺമെന്റ് സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ എങ്ങനെയായി മാറി സിസ്റ്റം? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് നോക്കുന്ന ഒരു പ്രധാന ചുമതല എന്ന് പറയുന്നത് വ്യാപാര സംബന്ധമായ കാര്യങ്ങളാണ്. ബോർഡ് ഓഫ് കൺട്രോൾ നോക്കുന്ന പ്രധാന ചുമതല എവിടെയാണ്? നയപരമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര സംബന്ധമായ കാര്യങ്ങളും നയപരമായ കാര്യങ്ങളും തമ്മിൽ വേർതിരിച്ചു. ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡബിൾ ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുന്നത്. ഡബിൾ ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുന്നത്. ഡബിൾ ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡബിൾ ഗവൺമെന്റ് സംവിധാനം നിലവിൽ വന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇപ്പോഴത്തെ സംവിധാനം ഏത് പ്രകാരമായി മാറി? ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാര ചുമതലകൾ നിർവഹിക്കുന്നതിനായി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, വ്യാപാര ചുമതലകൾ നിർവഹിക്കുന്നതിനായി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, നയപരമായ ചുമതലകൾ നിർവഹിക്കുന്നതിനായി ബോർഡ് ഓഫ് കൺട്രോൾ, നിയന്ത്രണ ബോർഡ്, നയപരമായ ചുമതലകൾ, വ്യാപാരം ട്രേഡ്, നയപരം എന്ന് പറയുന്നത് രാഷ്ട്രീയപരം എന്ന് പറയാം, അപ്പോൾ പൊളിറ്റിക്കൽ എന്ന് പറയാം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നയപരമായ ചുമതലകളെ നിർവചിക്കാം. വ്യാപാരം എന്ന് പറയുന്നത് ട്രേഡ് ആണ്, നയപരം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമാകാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എന്ന് നിങ്ങൾക്ക് നിർവചിക്കാം. അങ്ങനെ നയപരമായ ചുമതലകൾ നിർവഹിക്കുന്നത് ബോർഡ് ഓഫ് കൺട്രോൾ ആണ്, അഥവാ നിയന്ത്രണ ബോർഡാണ്. എന്നാൽ വ്യാപാര സംബന്ധമായ ചുമതലകൾ നിർവഹിക്കുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതായി 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സംഘടനാ സംവിധാനം. അങ്ങനെ കമ്പനി കയ്യേറിയ പ്രദേശങ്ങളെ പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് രേഖപ്പെടുത്തി തുടങ്ങി. ഇതുവരെ അത്ര പരസ്യമായി പറയില്ലായിരുന്നു, പക്ഷേ കമ്പനി കയ്യേറിയ ഇന്ത്യയിലെ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് രേഖപ്പെടുത്തി. ഇത്രയും നാൾ പരസ്യമായി അങ്ങനെ പറയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായി കമ്പനി അത്തരം രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് രേഖപ്പെടുത്തി. അപ്പോൾ ഇതും 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, പല PSC പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള പോയിന്റാണ്. ഏത് നിയമപ്രകാരമാണ് കമ്പനി കയ്യേറിയ പ്രദേശങ്ങളെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധീന പ്രദേശം എന്ന് രേഖപ്പെടുത്തി തുടങ്ങിയത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്നത് കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തുക. അങ്ങനെ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം ആരേറ്റെടുത്തു? പൂർണ്ണ നിയന്ത്രണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തു. കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തു. അപ്പോൾ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തു. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടി ചർച്ച ചെയ്യാം. പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം റെഗുലേറ്റിംഗ് ആക്ടിന്റെ ന്യൂനതകൾ പരിഹരിക്കാനാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 നിലവിൽ കൊണ്ടുവരുന്നത്. വ്യാപാര സംബന്ധമായ ചുമതലകളും നയപരമായ ചുമതലകളും തമ്മിൽ വേർതിരിച്ചു. അതായത് ട്രേഡ് റെസ്പോൺസിബിലിറ്റിയും പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ വേർതിരിച്ചു.
ഡബിൾ ഗവൺമെന്റ് സംവിധാനം നിലവിൽ വന്നു. എന്താണ് ഡബിൾ ഗവൺമെന്റ് സംവിധാനം? വ്യാപാര സംബന്ധമായ ചുമതലകൾ നിർവഹിക്കുന്നതിനായി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും നയപരമായ ചുമതലകൾ നിർവഹിക്കുന്നതിനായി ബോർഡ് ഓഫ് കൺട്രോളും നിലവിൽ വന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാര സംബന്ധവും നയപരമായതുമായ കാര്യങ്ങളെ തമ്മിൽ വേർതിരിക്കപ്പെട്ടു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര സംബന്ധമായതും നയപരമായ കാര്യങ്ങളും തമ്മിൽ വേർതിരിക്കപ്പെട്ടു. അവസാനമായി കമ്പനി കയ്യേറിയ പ്രദേശങ്ങളെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധീന പ്രദേശം അഥവാ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് ഔദ്യോഗികമായി രേഖപ്പെടുത്തി തുടങ്ങിയത് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഒടുവിലായി കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 നിലവിൽ വന്നപ്പോൾ ആരേറ്റെടുത്തു? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തു. കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിലായി. ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ചെയ്യുവാൻ സാധിക്കൂ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ചാർട്ടറുമായാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വ്യാപാരത്തിന് എത്തുന്നത്. നമ്മൾക്ക് നൽകുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ ഒരിത്ര കാലയളവ് കഴിയുമ്പോൾ അത് പുതുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അത് ഏതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായാലും അങ്ങനെ തന്നെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ. അങ്ങനെ 1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കി. 1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കി. അപ്പോൾ എന്താണ് ചാർട്ടർ ആക്ട് പാസാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര സംബന്ധമായ അധികാരങ്ങൾ പുതുക്കി നൽകി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര സംബന്ധമായ അധികാരങ്ങൾ അഥവാ ചാർട്ടർ പുതുക്കി നൽകി. കച്ചവട കുത്തക അവകാശം കമ്പനിക്ക് നൽകി. കച്ചവട കുത്തക, അതായത് ഇന്ത്യയിൽ കച്ചവടം ചെയ്യുവാനുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമായി നൽകി. എത്ര വർഷത്തേക്ക് കൂടി? ഒരു 20 വർഷത്തേക്ക് കൂടി കച്ചവട കുത്തകാവകാശം കമ്പനിക്ക് മാത്രമായി നൽകി. അല്ലെങ്കിൽ കുത്തക എന്ന് പറയുമ്പോൾ കമ്പനിക്ക് മാത്രം എന്ന് പറയേണ്ട ആവശ്യമില്ല. കുത്തക എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് മാത്രമാണ് എന്നുള്ളത് അതിൽ നിന്നും ഗ്രഹിച്ചെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കച്ചവട കുത്തകാവകാശം കമ്പനിക്ക് മാത്രമായി നൽകി. അപ്പോൾ കമ്പനിയുടെ കൈവശം വ്യാപാര സംബന്ധമായ എല്ലാ അധികാരങ്ങളും ഒത്തുചേർന്നു. ഈ വ്യാപാര സംബന്ധമായ അധികാരങ്ങൾ എന്തെല്ലാമാണ് കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, അല്ലെങ്കിൽ കമ്പനി ഏതെല്ലാം തരത്തിൽ അതിനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാം. വ്യാപാര സംബന്ധമായ സർവാധികാരങ്ങളും ലഭിച്ച ഉടൻ കമ്പനിക്ക് 1793 ചാർട്ടർ ആക്ട് പ്രകാരം സ്വകാര്യ വ്യക്തികളെയോ സ്വകാര്യ സ്ഥാപനങ്ങളെയോ തങ്ങളുടെ വ്യാപാര ശൃംഖലയുടെ ഭാഗമാക്കുവാനുള്ള ലൈസൻസ് നൽകുവാനുള്ള അവകാശം ലഭിച്ചു. കൃത്യമായി മനസ്സിലാക്കുക. സ്വകാര്യ വ്യക്തികളെയോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളെയോ തങ്ങളുടെ വ്യാപാര ശൃംഖലയുടെ ഭാഗമാക്കുവാനുള്ള ലൈസൻസ് നൽകുവാനുള്ള അവകാശം കൂടി കമ്പനിക്ക് 1793 ചാർട്ടർ ആക്ട് പ്രകാരം ലഭിച്ചു. അപ്പോൾ അത്തരം ലൈസൻസുകളെ പറയുന്ന പേരാണ് കൺട്രി ട്രേഡ് അഥവാ പ്രിവിലേജ്. കൺട്രി ട്രേഡ് അഥവാ പ്രിവിലേജ്. എന്താണ് കൺട്രി ട്രേഡ് ഓർ പ്രിവിലേജ്? കമ്പനിക്ക് ചില സ്വകാര്യ വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ വ്യാപാരത്തിലേക്ക് ക്ഷണിക്കാം, കമ്പനിയുമായി കച്ചവടം ചെയ്യുവാനായി ക്ഷണിക്കാം. അങ്ങനെ ക്ഷണിക്കുന്നവർക്ക് കമ്പനി ഒരു ലൈസൻസ് കൈവശം വയ്ക്കുവാൻ അനുവദിക്കും. ആ ലൈസൻസിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ അധികാരത്തിന് അവകാശത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കൺട്രി ട്രേഡ് അഥവാ ലൈസൻസ് എന്ന് പറയുന്നത്. ഗവർണർ ജനറൽ, ഗവർണർമാർ, കമാൻഡർ ഇൻ ചീഫ് എന്നിവരുടെ നിയമനം കിരീടാവകാശിയുടെ അനുവാദം മുഖേന മാത്രമെന്ന് നിജപ്പെടുത്തി. ഗവർണർ ജനറൽ, ഗവർണർമാർ, കമാൻഡർ ഇൻ ചീഫ് തുടങ്ങിയവരുടെ നിയമനം എന്ന് പറയുന്നത് കിരീടാവകാശിയുടെ അനുവാദം മുഖേന മാത്രമെന്ന് നിജപ്പെടുത്തിയത് 1793 ചാർട്ടർ ആക്ട് പ്രകാരമാണ്.
അപ്പോൾ സ്വാഭാവികമായും ബ്രിട്ടീഷ് കിരീടാവകാശിയുടെ വിശ്വസ്തരായിരിക്കും ഇത്തരം സ്ഥാനങ്ങളിലേക്ക് എത്തുക. അപ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ അധികാരം വർദ്ധിപ്പിച്ചു. അവരുടെ സമിതിയുടെ പൂർണ്ണമായ പിന്തുണയില്ലാതെ അവർക്ക് നിയമപരിഷ്കാരങ്ങൾ സാധാരണഗതിയിൽ നടത്തുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവരുടെ സമിതിയുടെ അധികാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ സമിതിയെ മറികടന്നുകൊണ്ട് ഗവർണർ ജനറലിന് ചില സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ ചില അവകാശങ്ങൾ, ചില നിയമങ്ങൾ നടപ്പിലാക്കാം. ഗവർണർ ജനറലിൻ്റെ അഭാവത്തിൽ സമിതിയിൽ നിന്നുമുള്ള ഒരാളെ വൈസ് പ്രസിഡന്റായി അപ്പോയിന്റ് ചെയ്യുവാനുള്ള അധികാരവും 1793 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറലിന് കൈവന്നു. എന്താണ്? ഗവർണർ ജനറലിൻ്റെ അഭാവത്തിൽ സമിതിയിലുള്ള ഒരാളെ വൈസ് പ്രസിഡന്റാക്കി നിയമിക്കുവാനുള്ള അധികാരവും ആർക്ക് കൈവന്നു? ഗവർണർ ജനറലിന് 1793 ചാർട്ടർ ആക്ട് പ്രകാരം കൈവന്നു. അപ്പോൾ ഗവർണർ ജനറൽ, ഗവർണർമാർ, കമാൻഡർ ഇൻ ചീഫ് തുടങ്ങിയവരുടെ നിയമനം കിരീടാവകാശിയുടെ അനുവാദം മുഖേന മാത്രമായി എന്നതാണ് ചാർട്ടർ ആക്ട് പ്രകാരമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. അങ്ങനെ ചാർട്ടർ ആക്ട് 1793 പ്രകാരമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് കമ്പനിയുടെ ചിലവ് പൂർണ്ണമായും വഹിച്ചതിന് ശേഷം 5 ലക്ഷം പൗണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർക്ക് നൽകണം? ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് നൽകണം. 5 ലക്ഷം പൗണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് നൽകണം. ഇത് കമ്പനിയുടെ ഇന്ത്യയിലുള്ള സർവ്വ ചെലവുകളും വഹിച്ചതിന് ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് നൽകേണ്ടുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് ആണ്. അവിടെയും അവസാനിച്ചില്ല നിയമപരിഷ്കാരങ്ങൾ. കമ്പനിയുടെ സ്റ്റാഫിനെ, ബോർഡ് ഓഫ് കൺട്രോളിനെ, അവർക്ക് ശമ്പളം നൽകേണ്ടുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തവും 1793 ചാർട്ടർ ആക്ട് പ്രകാരം കമ്പനിയുടെ മേൽ കൈവന്നു. അപ്പോൾ കമ്പനിയെ ഏതെല്ലാം തരത്തിൽ സാമ്പത്തികമായി ഞെരുക്കാമോ ആ തരങ്ങളിലെല്ലാം തന്നെ നിയമപരിഷ്കാരങ്ങളിലൂടെ ബ്രിട്ടീഷ് പാർലമെന്റ് കമ്പനിയെ കൂടുതലായി സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ് ചെയ്തത്. കമ്പനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് രാജ്യം വിട്ടു പോകണമെങ്കിൽ മുൻകൂറായി അനുവാദം നേടണമെന്ന വ്യവസ്ഥ കൂടി 1793 ചാർട്ടർ ആക്ട് പ്രകാരം നിലവിൽ വന്നു. കമ്പനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് രാജ്യം വിടണമെങ്കിൽ മുൻകൂറായി അനുവാദം വാങ്ങണമെന്ന വ്യവസ്ഥ കൂടി 1793 ചാർട്ടർ ആക്ട് പ്രകാരം നിലവിൽ വന്നു. അത്തരം അനുവാദം ഇല്ലാതെ അവർ നാട് വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ രാജ്യം വിടുകയാണെങ്കിൽ അത് അവരുടെ റെസിഗ്നേഷനായി കണക്കാക്കും. അനുവാദമില്ലാതെ നാട് വിടുന്ന കമ്പനി ഉദ്യോഗസ്ഥർ റിസൈൻഡ് ആയിട്ട് കണക്കാക്കും. കൂടാതെ ചാർട്ടർ ആക്ട് 1793 പ്രകാരമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് കമ്പനിയുടെ റവന്യൂ, ജുഡീഷ്യറി വിഭാഗം തമ്മിൽ വേർതിരിക്കപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റവന്യൂ അല്ലെങ്കിൽ നികുതി, അതുപോലെ നീതിന്യായ വകുപ്പ് അല്ലെങ്കിൽ ജുഡീഷ്യറി, ഈ 2 അധികാരങ്ങൾ തമ്മിൽ വേർതിരിക്കപ്പെട്ടു. അപ്പോൾ അതുവരെ നിലവിലുണ്ടായിരുന്ന ഒരു സംവിധാനമാണ് റവന്യൂ ജുഡീഷ്യറി കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു റവന്യൂ കോടതി സംവിധാനം അതുവരെ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ 1793 ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഈ റവന്യൂ കോടതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാൽ അദാലത്ത് എന്നാണ് പറയുന്നത്. റവന്യൂ കോടതിയെ പറയുന്നത് മാൽ അദാലത്ത് എന്നുകൂടിയാണ്. ഈ റവന്യൂ കോടതി അഥവാ മാൽ അദാലത്ത് അപ്രത്യക്ഷമായി. അപ്പോൾ 1793 ചാർട്ടർ ആക്ട് പ്രകാരമുള്ള പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട വസ്തുതകൾ? നമ്മൾക്കൊന്നുകൂടി നോക്കാം. ആദ്യമായി പുറത്തിറക്കിയ ചാർട്ടർ ആക്ട് ആണ് 1793 ചാർട്ടർ ആക്ട്. കച്ചവട കുത്തക കമ്പനിക്ക് നൽകിയത് 1793 ചാർട്ടർ ആക്ട് ആണ്.
ട്രേഡ് മൊണോപ്പോളി അഥവാ കച്ചവട കുത്തക എന്ന് പറയുന്നത് 20 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. സ്വാഭാവികമായും കച്ചവട കുത്തക ലഭിച്ചപ്പോൾ കമ്പനി തങ്ങളുടെ ഭാഗമായ അല്ലെങ്കിൽ തങ്ങളുടെ വ്യാപാര ശൃംഖലയുടെ ഭാഗമായി സ്വകാര്യ വ്യക്തികളെയോ സ്വകാര്യ സ്ഥാപനങ്ങളെയോ ഏർപ്പെടുത്തുവാനുള്ള ഒരവകാശം കമ്പനിക്ക് ലഭിച്ചു. അത്തരം അവകാശങ്ങൾ നൽകുന്നത് ഒരു ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെയാണ്. ആ ലൈസൻസിന് നമ്മൾ പറയുന്ന പേരാണ് കൺട്രി ട്രേഡ് അഥവാ പ്രിവിലേജ് എന്ന് പറയുന്നത്. കമ്പനിയുടെ നിത്യ ചെലവിന് ശേഷം 5 ലക്ഷം പൗണ്ട് ഇംഗ്ലീഷ് പാർലമെന്റിലേക്ക് അഥവാ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക്, ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് കമ്പനി തിരിച്ചടയ്ക്കണം. കമ്പനിയുടെ സീനിയർ ഉദ്യോഗസ്ഥർ നാട് വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ നാട് വിടണമെങ്കിൽ അവർക്ക് വളരെ കാലം മുൻപ് തന്നെ അനുവാദം ചോദിച്ച് വാങ്ങിയതിനു ശേഷം മാത്രമേ നാട് വിടാൻ സാധിക്കൂ. അവർ രാജ്യം വിട്ടു പോകുകയാണെങ്കിൽ, അതായത് അനുവാദമില്ലാതെ രാജ്യം വിട്ടു പോകുകയാണെങ്കിൽ അത് അവരുടെ റെസിഗ്നേഷനായി കണക്കാക്കും. ഗവർണർമാർ, കമാൻഡർ ഇൻ ചീഫ് തുടങ്ങിയവരുടെ നിയമനം എന്ന് പറയുന്നത് പൂർണ്ണമായും കിരീടാവകാശിയുടെ അനുവാദം മുഖേന മാത്രമായി നിജപ്പെടുത്തിയതും 1793 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. അപ്പോൾ ചാർട്ടർ ആക്ടിൻ്റെ പ്രധാന സവിശേഷതകൾ, പ്രധാന നിയമപരിഷ്കാരങ്ങൾ, ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് 1793 ചാർട്ടർ ആക്ട് ആണ് പറയുന്നത്. 1793 പിന്നീട് 20 വർഷത്തിന് ശേഷം 1813 1833 1853 ചാർട്ടർ ആക്ട് നമ്മൾക്ക് പഠിക്കേണ്ടതായുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് 1793 ചാർട്ടർ ആക്ട് പ്രകാരമുള്ള നിയമ പരിഷ്കാരങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് 1813 ചാർട്ടർ ആക്ടിലേക്ക് നീങ്ങാം. 1813 ചാർട്ടർ ആക്ടിലേക്ക് നീങ്ങാം. 1813 ചാർട്ടർ ആക്ടിലെ പ്രധാന വസ്തുതകൾ, പ്രധാന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 1813 ചാർട്ടർ ആക്ടിനെ പറ്റി പറയുന്നതിന് മുൻപ് അതിന് പശ്ചാത്തലമായ ഒരു സ്ഥിതിവിശേഷം നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. മറ്റൊന്നുമല്ല, 1813 കാലഘട്ടത്തിൽ ഇത്തരമൊരു ചാർട്ടർ നിലവിൽ വരുവാനുള്ള കാരണത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നെപ്പോളിയന് ബ്രിട്ടനുമായുണ്ടായ ഒരു അസ്വാരസ്യമാണ്. അക്കാലത്ത് നെപ്പോളിയൻ ലോകം കീഴടക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ സ്വാഭാവികമായും നെപ്പോളിയൻ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് വ്യാപാരം അല്ലെങ്കിൽ ബ്രിട്ടീഷ് വ്യാപാരം, ബ്രിട്ടീഷ് ചരക്കുകളെ നെപ്പോളിയൻ നിരോധിച്ചു. യൂറോപ്പിൽ നെപ്പോളിയൻ ബ്രിട്ടീഷ് ചരക്കുകൾ നിരോധിക്കുവാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. സ്വാഭാവികമായും ബ്രിട്ടീഷ് വ്യാപാരികൾ എന്ത് ചെയ്തു? അവർ ഏഷ്യയിലേക്ക് അവരുടെ ഒരു ഫോക്കൽ പോയിന്റ് ഏഷ്യയിലേക്ക് മാറ്റി. അവർക്ക് ഏഷ്യൻ മാർക്കറ്റുകളായിരുന്നു നോട്ടം. പക്ഷേ ഏഷ്യയിൽ വ്യാപാര കുത്തക ആരുടെ പക്കലായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പക്കലായിരുന്നു. അപ്പോൾ ആ വ്യാപാര കുത്തക അവസാനിപ്പിച്ചാൽ മാത്രമാണ് ബ്രിട്ടീഷ് വ്യാപാരികൾക്ക് ഏഷ്യയിലേക്ക് ഒരു കടന്നുവരവ് സാധ്യമാകൂ. അപ്പോൾ 1813 ചാർട്ടർ ആക്ടിൻ്റെ പ്രധാന ഉദ്ദേശ്യം അല്ലെങ്കിൽ പ്രധാന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു. അവരുദ്ദേശിച്ചതുപോലെ തന്നെ സംഭവിച്ചു. 1813 ചാർട്ടർ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാ മേഖലയിലെയും വ്യാപാര കുത്തക അവസാനിപ്പിച്ചോ എന്നൊരു ചോദ്യത്തിന് പ്രാധാന്യമുണ്ട്. ഇല്ല. തേയില വ്യാപാരത്തിന് അനുവാദം നൽകി. ചൈനയുമായുള്ള ഒപ്പിയം വ്യാപാരത്തിന് അനുവാദം നൽകി. അപ്പോൾ വ്യാപാരത്തിലെ സമസ്ത മേഖലയിൽ നിന്നുമുള്ള കുത്തകയല്ല അവസാനിപ്പിച്ചത്, മറിച്ച് തേയില, ചൈനയുമായുള്ള ഒപ്പിയം വ്യാപാരം തുടങ്ങിയവ അനുവദിച്ചു. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, കമ്പനിയുടെ വ്യാപാര കുത്തക ബ്രിട്ടനിലെ വ്യാപാരികൾക്ക് ഏഷ്യൻ മാർക്കറ്റുകളിലേക്കുള്ള ഒരു പ്രവേശനം സാധ്യമാക്കുവാനായി കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ചു. എന്നാൽ എല്ലാ മേഖലയിലെയും വ്യാപാര കുത്തക അവസാനിപ്പിച്ചില്ല. ഏത് മേഖലയിലെ വ്യാപാര കുത്തകയാണ് അവസാനിപ്പിക്കാതിരുന്നത്? തേയില വ്യാപാരം കമ്പനികൾക്ക് സാധ്യമായിരുന്നു. തേയില വ്യാപാരത്തിൽ കുത്തക കമ്പനിക്ക് നൽകി.
ചൈനയുമായുള്ള ഒപ്പിയം വ്യാപാരത്തിൽ കുത്തക കമ്പനിക്ക് തന്നെ നൽകി. കൂടാതെ ചാർട്ടർ എന്ന് പറയുന്നത് 20 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. ചാർട്ടർ എന്ന് പറയുന്നത് 20 വർഷത്തേക്ക് കൂടി, അതായത് നൽകിയ അധികാരങ്ങൾ 20 വർഷത്തേക്ക് കൂടി പുതുക്കി നൽകി. കൂടാതെ 1813 ചാർട്ടർ ആക്ട് പ്രകാരമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇംഗ്ലീഷ് ഭാഷാ പ്രചരണത്തിനും ക്രിസ്ത്യൻ മതപ്രചാരണത്തിനും മിഷണറിമാർക്ക് അവകാശം നൽകി. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ പ്രചാരണത്തിനും ക്രിസ്ത്യൻ മതത്തിൻ്റെ പ്രചാരണത്തിനുമുള്ള അവകാശങ്ങൾ നൽകി. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടി മനസ്സിലാക്കുക. 1813 ചാർട്ടർ ആക്ട് പ്രകാരം 20 വർഷത്തേക്കു കൂടി ചാർട്ടർ പുതുക്കി നൽകി. ആർക്ക്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ആര് പുതുക്കി നൽകി? ബ്രിട്ടീഷ് പാർലമെന്റ് പുതുക്കി നൽകി. കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ചു, പക്ഷേ സമസ്ത മേഖലയിലുമുള്ള വ്യാപാര കുത്തക അവസാനിപ്പിച്ചില്ല. തേയില വ്യാപാരത്തിൽ കുത്തക കമ്പനിക്ക് അനുവദിച്ചു. ചൈനയുമായുള്ള ഒപ്പിയം വ്യാപാരത്തിൽ കുത്തക കമ്പനിക്ക് അനുവദിച്ചു. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇംഗ്ലീഷ് ഭാഷ, ക്രിസ്ത്യൻ മതം എന്നിവ പ്രചരിപ്പിക്കുവാനുള്ള അവകാശം കൂടി 1813 ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് പാർലമെന്റ് നൽകി. ഇന്ത്യയിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വർഷത്തിൽ 1 ലക്ഷം രൂപ മാറ്റിവെക്കണമെന്ന് അല്ലെങ്കിൽ നീക്കിവെക്കണമെന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നിർദ്ദേശം നൽകി. ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നിർദ്ദേശം നൽകി. 1 ലക്ഷം രൂപ മാറ്റിവെക്കണമെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നിർദ്ദേശം നൽകി. കൂടാതെ ഇന്ത്യൻ ശാസ്ത്ര സാഹിത്യ മേഖലയ്ക്ക് പ്രത്യേകമായി ധനസഹായം കൂടി ആരു നൽകി? ബ്രിട്ടീഷ് പാർലമെന്റ് വഴി ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകുവാനുള്ള വ്യവസ്ഥ ചെയ്തു 1813 ചാർട്ടർ ആക്ട് പ്രകാരം. കൃത്യമായി മനസ്സിലാക്കുക. ഇത്രമാത്രം വിശദാംശങ്ങളാണ് 1813 ചാർട്ടർ ആക്ട് പ്രകാരം നമ്മൾക്ക് പഠിക്കുവാനുള്ളത്. ഒന്ന്, 20 വർഷത്തേക്ക് കൂടി ചാർട്ടർ പുതുക്കി നൽകി. കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ചു. എന്നാൽ എല്ലാ മേഖലയിലെയും വ്യാപാര കുത്തക അവസാനിപ്പിച്ചില്ല. ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ്. തേയില വ്യാപാരം, ഒപ്പിയം വ്യാപാരം ചൈനയുമായി, ഈ മേഖലകളിലെ കുത്തക കമ്പനിക്ക് അപ്പോഴും അനുവദിച്ചു. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇംഗ്ലീഷ് ഭാഷ, ക്രിസ്ത്യൻ മതം എന്നിവ പ്രചരിപ്പിക്കുവാനുള്ള അനുവാദം ലഭിക്കുന്നത് 1813 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. കഴിഞ്ഞില്ല. ഇന്ത്യൻ ശാസ്ത്ര സാഹിത്യ മേഖലയ്ക്ക് പുരോഗതി സമ്മാനിക്കുവാൻ അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി 1 ലക്ഷം രൂപ കമ്പനി ചെലവഴിക്കണമെന്ന വ്യവസ്ഥ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത്തരം നിയമപരിഷ്കാരങ്ങളെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? അല്ലെങ്കിൽ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുവാനുള്ള ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ശ്രമം എന്തിനു വേണ്ടിയായിരുന്നു? ബ്രിട്ടനിലെ വ്യാപാരികൾക്ക് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഒരു പ്രവേശനം ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു ഇത്തരം നിയമപരിഷ്കാരം സാധ്യമാക്കിയത്. അതുകൊണ്ട് ഇത്തരം നിയമങ്ങളിൽ പ്രസ്താവനാ തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം നിയമങ്ങളെ കൃത്യമായി തന്നെ മനസ്സിലാക്കുക. കൃത്യമായി മനസ്സറിഞ്ഞ് മനസ്സിരുത്തി തന്നെ പഠിക്കുക. നിങ്ങൾക്ക് സുപരിചിതമാകുന്ന ഇത്തരം നിയമങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ആക്റ്റിൽ നിന്നും നിങ്ങൾക്ക് 100% ഉറപ്പായും ചോദ്യങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല.